ഹലോ ഗൈസ്, ഈ ഒരു എള്ള് മുട്ടായി അതേപോലെ കടല മുട്ടായും കഴിച്ച് പിന്നെ ഒരു പൊറാട്ടയും കഴിച്ച്. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഫാൻസി കയറിന്, പക്ഷെ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞുതരാം. വേറൊരു വീട്ടിലത്തെ സാധനം ഞങ്ങളെ വീട്ടിലുണ്ട്, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് അത്യാവശ്യം നല്ല ദൂരമാണ്. അപ്പോൾ കുറേ പോയപ്പോൾ പിന്നെ ഞാൻ കുഴങ്ങി കേട്ടോ. അപ്പോൾ ഒരു കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ വൈയൊക്കെ പേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു വിധത്തിലാണ് ആ പെരയിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു വിധം അവിടെ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വൈക്കയക്കണ് ഏതോ അറിയാത്ത വീട് കേട്ടോ. അങ്ങനെ അവിടുത്തോളൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ച് പിന്നെ നേരെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഈ എക്സ്പ്രഷനൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് തന്നെ കാണുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴും അത്യാവശ്യം പിന്നെയും ലോങ് ആയിട്ട് തന്നെ യാത്ര തന്നെയായിരുന്നു. പിന്നെ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് തറവാടി എന്ന് പറയുന്നൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ സദ്യയാണ് കൊടുക്കുന്നത്, നല്ല ടേസ്റ്റുള്ള സദ്യ. എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടെന്നറിയോ, സദ്യ എന്ന് പറയുമ്പോഴേക്കും മീൻ പൊരിച്ചതും എങ്ങനത്തെ വേണമെങ്കിലും ഉണ്ടാവും, അതേപോലെ മീൽസും ഉണ്ട്. പിന്നെ ചെറിയ കപ്പിൽ കുറച്ച് പായസം കൊടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ കൈയൊക്കെ കഴുകി അവിടെ നിന്ന് കഴിച്ചു, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതും ഇലയിലൊക്കെയാണ് കൊടുക്കുന്നത്. ഹോട്ടലിൻ്റെ സൗകര്യമാണെങ്കിൽ അതും അടിപൊളി. അങ്ങനെ ഓവർ റേറ്റോ കാര്യങ്ങളോ അതുമില്ല. ഈ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സീസോ അതേപോലെ ഊഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി സെറ്റപ്പ് ചെയ്യുന്നു, നല്ല ടേസ്റ്റും ഉണ്ട് സദ്യ. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ സത്യം പറയല്ല, ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ബീച്ച് അല്ലാണ്ട് ഞാൻ ശരിക്ക് പിന്നെ ആ പോക്കിൽ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ആകെ കണ്ട കുറച്ച് കപ്പലും അതേപോലെ മീൻ മാർക്കറ്റും അതേപോലെ ജങ്കാറ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, ഈ ഉച്ച വെയിലത്താണ് ഞങ്ങൾ പോകുന്നത്. ആ സമയത്തേന് പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും അധികമൊന്നുമില്ല ബീച്ചൊക്കെ, അപ്പോൾ അങ്ങനെ പോയതായിട്ട്, അല്ലാണ്ട് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും സത്യം പറഞ്ഞാൽ പോയപ്പോൾ ശരിക്കുള്ള ബീച്ച് കാണാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട്. ജങ്കാറിലൊക്കെ ഓരോരുത്തർ കയറിങ്ങാണ്ട് കാറും ബൈക്കും സ്കൂട്ടിയും ഒക്കെ വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊന്നും പക്ഷേ അത്ര സേഫൊന്നും അല്ല. എന്തായാലും അതൊക്കെ ഒന്ന് കാണാൻ പറ്റി, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു, അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏതായാലും കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു, നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ബീച്ച് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒത്തിരിക്കുന്നു, എനിക്ക് കാണാണ്ട് അത് എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും തിരമാലുള്ള ബീച്ച് പ്രതീക്ഷിച്ച് പോയ ഞാൻ കാണുന്നത് മീൻ മാർക്കറ്റും കുറച്ച് ജങ്കാറും അതേപോലെ പഴയ കുറച്ച് ഓണിയൊക്കെയാണ് കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ അവിടെ കുറേ നേരം നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇറങ്ങേണ്ട ഒരു ഫോട്ടോ പോലും എടുക്കാതെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് പിന്നെ പൂർണ്ണ വയ്ക്കുന്ന പേരക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്സും കഴിച്ച് എന്നിട്ട് പിന്നെ സൂറാത്താനോടെ പോയിനു. അവിടെ നിന്നൊരു മാങ്ങൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കുട്ടിനൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നീനു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീട്ടിൽ കാണാം. ടാറ്റാ.